അനശ്വരയുടെ പുതിയ തെലുങ്ക് സിനിമയിൽ ജോഡിയെ എത്തുന്നത് തെലുങ്ക് ഋത്തിക് റോഷൻ. മലയാളത്തിൽ തിരുത്തൽവാദി എന്ന സിനിമയിൽ ജഗദീഷിൻ്റെ പേരായിട്ട് വന്ന ഈ ഒരു നടിയെ നമ്മളാരും മറക്കാനിടയില്ല. ഈ സിനിമയിൽ നല്ല സ്മാർട്ടായ ഒരു ബസ് കണ്ടക്ടറുടെ റോളിലാണ് നമ്മൾ ഈ ഒരു നടിയെ കണ്ടിട്ടുള്ളത്. നല്ലൊരു പൂച്ചക്കണ്ടൊക്കെയുള്ള ഈ ഒരു നടിയെ അന്ന് ആ സിനിമ കണ്ട് ആരും മറക്കാൻ ചാൻസ് ഇല്ല. പിന്നീടും പല ചിത്രത്തിലും മലയാളത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് സിദ്ദിഖിൻ്റെയും കൂടെ തന്നെ, പിന്നെ ബിജു മേനോൻ്റെ കൂടെയൊക്കെ ഈ ഒരു നടി അഭിനയിച്ചിട്ടുണ്ട്. ശിവരഞ്ജിനി എന്നായിരുന്നു അന്ന് പേര്. ഇപ്പം പേരൊക്കെ മാറ്റി ഊഹാന്നോ അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ പേര്. അപ്പം ഈ ആക്ട്രസ് എന്ന് പറയുന്നത് തെലുങ്ക് ആക്ട്രസ് ആയിരുന്നു. ഈ ഒരു ആക്ട്രസ് വിവാഹം കഴിച്ചിരിക്കുന്നത് തെലുങ്കിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന നടനെയാണ്. ശ്രീകാന്ത് എന്ന് പറയുന്ന നടനെ നമ്മളെല്ലാവർക്കും അറിയും. കാരണം ഒട്ടുമിക്ക അല്ലു അർജുൻ്റെ സിനിമകളിലൊക്കെ പുള്ളിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ മോഹൻലാലിൻ്റെ വില്ലൻ എന്ന് പറയുന്ന സിനിമയിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ മകനായ റോഷൻ മേഘയാണ് അനശ്വരയുടെ അരങ്ങേറ്റ തെലുങ്ക് ചിത്രത്തിൽ അനശ്വരയുടെ ജോഡിയായിട്ട് വരുന്നത്. അപ്പം റോഷൻ്റെ ഫസ്റ്റ് സിനിമയൊന്നുമല്ല ഇത്. ഫസ്റ്റ് സിനിമയ്ക്ക് എന്താ പറയുക, പുതുമുഖ നടനുള്ള അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ് റോഷൻ. റോഷനെ അറിയപ്പെടുന്നത് തന്നെ തെലുങ്കിലെ ഋത്തിക് റോഷൻ എന്നാണ്. അപ്പം അമ്മയുടെ അതേ ഒരു പൂച്ചക്കണ്ണ് ശരിക്കും റോഷനും കിട്ടിയിട്ടുണ്ട്. ഈ ഫിലിമിലെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനശ്വര തന്നെയാണ് തെലുങ്കിൽ ഡബ് ചെയ്തിരിക്കുന്നത് എന്നാണ്. നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ കമൻസിലൊക്കെ എന്താ പറയുക, ഉർവശി ചേച്ചിയുടെ ഒരു ജൂനിയർ എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻസിലൊക്കെ കാണുന്നത്. അപ്പോൾ അനശ്വരയുടെ ഈ ഒരു തെലുങ്ക് അരങ്ങേറ്റം അടിപൊളിയായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.